മല ഇട്ട് കഴിഞ്ഞാൽ അവൻ അയ്യപ്പനായി മാറുകയാണ്. അവനെ സംരക്ഷിക്കേണ്ട ചുമതലയും ദൗത്യവും എല്ലാം ഭഗവാൻ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ശബരിമലയിൽ ഇരിക്കുന്ന സമയത്ത്? അയ്യനെ പാത്താച്ചാ എപ്പടി அப்பா ஒண்ணுமே சொல்ல முடியாது. மூர்த்தி இவ்வளவு சின்னதா இருக்கு, அப்பா அவரோட கீர்த்தி எவ்வளவு பெருசாயிருக்கு, சொல்ல முடியாதப்பா. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അത് നിന്നിൽ തന്നെയുണ്ട്. ശ്രുതജനപ്രിയം എന്ന് പറഞ്ഞ് നമ്മൾ പാടിയ അഷ്ടകത്തിന്റെ അവസാനത്തെ വരി പാടുമ്പോൾ തീർച്ചയായിട്ടും പാടുന്ന മേൽശാന്തിയും ഒരു പകുതി ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങയുടെ ജീവിതത്തിലെ ഏതൊരു നിമിഷത്തിലാണ് ഇത്തരത്തിൽ അയ്യൻ മുന്നിൽ നിന്ന് കൈപിടിച്ചു? ഇപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ പരിപാലിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ ഞാനില്ലേ നിന്നോടൊപ്പം. വല്ലാത്തൊരു അത്ഭുതം. മറ്റാരുമായിരുന്നില്ല, അതെന്റെ പൊന്നുതമ്പുരാനായിരുന്നു, അയ്യപ്പസ്വാമി സാക്ഷാൽ മണികണ്ഠനായിരുന്നു എന്നെനിക്ക് ബോധിച്ചു. കളങ്കമായി ഭഗവാനെ സേവിച്ചാൽ, ആത്മസമർപ്പണത്തോടെ അദ്ദേഹത്തെ ഭജിച്ചാൽ അത് പരിപൂർണ ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ളതാണ്. ഈ ഒരു വർഷ കാലയളവ് അവിടെ അയ്യനൊപ്പം അത്രയും അടുത്ത് ചെലവഴിച്ചിട്ട് അവിടുന്ന് പടിയിറങ്ങുന്ന ഒരു നിമിഷമുണ്ട്. നിറഞ്ഞ കണ്ണുകളോടെ മാത്രമേ എല്ലാമായിരുന്ന എൻ്റെ പൊന്നു മണികണ്ഠനെ ആ കാട്ടിൽ ഉപേക്ഷിച്ച് പോകണമല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ മനസ്സ് തകർന്നുപോയി. ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തം ഉണ്ടായത് ആയിട്ട് എന്താണ് പറയാൻ സാധിക്കുക? ഒരു മുഹൂർത്തമല്ല, അനവധി മുഹൂർത്തങ്ങളുണ്ട്, അനവധി അനുഭവങ്ങളുണ്ട്. അത് എടുത്തു പറയത്തക്കത് ഒന്ന്, എനിക്ക് സ്വന്തമായി തന്നെ, എനിക്കിങ്ങനെ അറിയാമല്ലോ, നമുക്ക് മേൽശാന്തിപദത്തിൽ ഇരിക്കുമ്പോൾ പല ഭാഗത്തുനിന്ന് പല രീതിയിലുള്ളതായ എന്തെങ്കിലുമൊക്കെ വ്യസനപരമായ കാര്യങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ പലതുമൊക്കെ കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായ വിഷമം ഒക്കെ നമുക്ക് പലപ്പോഴും സഹിച്ചിരുന്നില്ല. അങ്ങനെ ഒരു രാത്രിയിൽ ഭഗവാനെ ഞാൻ മേൽശാന്തിയായി അപേക്ഷിച്ച് തെറ്റായിപ്പോയോ, ഞാൻ ഒറ്റപ്പെടുന്നു. കാരണം ഞാനൊരു സാധാരണ ഒരു നാടൻ ഗ്രാമത്തിലെ ഒരു ശാന്തിക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് ആത്മസമർപ്പണം കൊണ്ട് ഭഗവാന്റെ ആ നാമജപങ്ങളും ഭഗവാനുള്ള വിശ്വാസം കൊണ്ട് ആന്തരികമായ ഭക്തി കൊണ്ട് ഭഗവാൻ എനിക്ക് തന്നൊരു വരമാണ്. അങ്ങനെ ജനിച്ചു ഒരാഗ്രഹത്തെ ഞാൻ അപേക്ഷിച്ചു. ഭഗവാനെ അത് തെറ്റായിപ്പോയോ, ഇവിടെ വന്ന് ഈ ഒരു ഇതിനകത്ത് നമുക്ക് മാനസികമായ ഒരു വ്യസനം വരാൻ ഇവിടെ ഇടയാക്കിയല്ലോ എന്നൊക്കെ തോന്നി. ഇങ്ങനെ രാത്രി ശങ്കയോടുകൂടെ കിടക്കുമ്പോൾ അങ്ങനെ കിടന്നിങ്ങനെ സ്വപ്നം തന്നെ, ഭഗവാനെ കഷ്ടമായല്ലോ. സ്വപ്നമൊന്നുമല്ല, മനസ്സിൽ തന്നെ തോന്നി. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു കരസ്പർശം എൻ്റെ പുറത്ത് തട്ടി. എന്നോട് പറഞ്ഞു, നിന്നെ ഇവിടെ പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ പരിപാലിക്കാനും നിന്നെ സംരക്ഷിക്കാനും ഞാനില്ലേ നിന്നോടൊപ്പം. നീ ഇങ്ങനൊരു ചിന്ത ഒരിക്കലും മനസ്സിൽ പാടില്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി, ആരുമില്ല അവിടെ. എന്നോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാൻ ഞാൻ വെച്ചിരുന്ന ഒരാൾ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. വേറെ ആരും അവിടെയില്ല. ക്ലോക്കിൽ നോക്കുന്ന മണി രാത്രി 1:30 2 ആയിട്ടുള്ളൂ. വല്ലാത്തൊരു അത്ഭുതം. മറ്റാരുമായിരുന്നില്ല, അതെൻ്റെ പൊന്നുതമ്പുരാനായിരുന്നു, അയ്യപ്പസ്വാമി സാക്ഷാൽ മണികണ്ഠനായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം ആ സങ്കടം മനസ്സിലുണ്ടായപ്പോൾ എൻ്റെ പുറത്ത് വന്ന് തലോടി എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ശബ്ദവീതികൾ എൻ്റെ ചെവിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതിനുശേഷം എനിക്കുണ്ടായ പല അനുഭവങ്ങളും എനിക്കറിയാം. മുമ്പിൽ വന്ന് നിന്ന് ഓരോ പ്രശ്നങ്ങളിലും അദ്ദേഹം നേരിട്ട് ഇടപെട്ടതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. പല അനുഭവങ്ങളും എനിക്കുണ്ടായി. എനിക്ക് ബോധ്യപ്പെട്ടു, ഭഗവാൻ തന്ന വാക്ക് ഭഗവാൻ തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലുണ്ട്. ആ ഒരു ആത്മധൈര്യം കൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് പരിപൂർണമാക്കി സന്തോഷത്തോടെ ഇറങ്ങാൻ സാധിച്ചത്. നമ്മൾ പറയാറുണ്ട്, മാലയിടുന്ന ഓരോ അയ്യപ്പന്മാരെയും മുന്നിൽ നിന്ന് നയിച്ച് ശബരിമലയിലേക്ക് എത്തിക്കുന്നത് ഭഗവാനാണ്. അതെ 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 അതെ. മാല ഇട്ട് കഴിഞ്ഞാൽ അവൻ അയ്യപ്പനായി മാറുകയാണല്ലോ. അവനെ സംരക്ഷിക്കേണ്ട ചുമതലയും ദൗത്യവും എല്ലാം ഭഗവാൻ ഏറ്റെടുക്കുന്നുള്ളതാണ്. അങ്ങയുടെ ജീവിതത്തിലെ ഏതൊരു മൂമെന്റിലാണ്, അല്ലെങ്കിൽ ഏതൊരു നിമിഷത്തിലാണ് ഇത്തരത്തിൽ അയ്യൻ മുന്നിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുപോയി? ഒരുപാട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കുണ്ടായ ഒരു വ്യസനത്തിൽ നിന്നും ഭഗവാൻ എന്നെ രക്ഷിച്ചു. അതുകൂടാതെ തന്നെ ശബരിമല പോകുന്നതിന് മുമ്പ് തന്നെ അനുഭവങ്ങൾ അനവധിയുണ്ട്. പിന്നെ മറ്റുള്ള പല സന്ദർഭങ്ങളിലും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞ ചെറുതും വലുതുമായ അനവധി കാര്യങ്ങളുണ്ട്. ഒരിക്കൽ എനിക്ക് അമിതമായ ഒരു മുട്ടുവേദന. എന്ത് ചെയ്യും? അവിടെ നടയടച്ചു കഴിഞ്ഞാൽ ആരുമില്ല. രാത്രി സമയത്താണെങ്കിലും പകലാണെങ്കിലും ഡോക്ടർമാരൊന്നും കിട്ടില്ല, വേറെ ഒന്നും മരുന്നില്ല. അവിടെ ഭഗവാനെ ആ 25 ദിവസങ്ങൾ നടയടയ്ക്കുമ്പോൾ ഇട്ട് മൂടുന്ന ഒരു കറുത്ത ഭസ്മമുണ്ട്. അതിനകത്ത് എല്ലാം തികച്ചും നാട്ടിൽ നിന്ന് നീറ്റിയെടുക്കുന്ന ഭസ്മമാണ്. ആ ഭസ്മം ഇട്ടാണ് ഭഗവാനെ മൂടി വെക്കുക, ആ ധ്യാനത്തിലിരുത്തുക.
ആ ധ്യാനം നിമഗ്നനായിരിക്കുന്ന ആ സമയത്തെ ഭസ്മം മാത്രമേ ഉള്ളൂ അവിടെ ഔഷധം. ആ ഔഷധം എടുത്ത് ആ ഭസ്മം എടുത്ത് അയ്യപ്പനെ വിചാരിച്ചുകൊണ്ട് എൻ്റെ മുട്ടിൽ ഞാൻ പുരട്ടി. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മുട്ടുവേദന മാറുകയുണ്ടായി. ഇതുവരെ എനിക്ക് ആ മുട്ടുവേദന ഇത്രയും വർഷമായിട്ടും എനിക്ക് പിന്നീട് മുട്ടുവേദന വന്നിട്ടുമില്ല. എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലാകാം മുട്ടുവേദന വന്നതും മാറിയതും. പക്ഷേ എന്നാൽ ഇന്ന് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ചെറുതും വലുതുമായ അനവധി കാര്യങ്ങളുണ്ട്. നിസ്താര ഭയത്താൽ ഇവിടെ വിശദീകരിക്കാൻ നമുക്ക് സമയം. തീർച്ചയായിട്ടും. പിന്നെ എനിക്കുണ്ടായതിനേക്കാളുപരി മറ്റു പലരുടെ അനുഭവങ്ങളാണ് എനിക്ക് അവര് പറഞ്ഞു അവർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? തന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന എനിക്ക് ആദ്യമായിട്ടുള്ളൊരു പരാതി, വൃശ്ചമാസം 1-ാം തീയതി നട തുറന്നതിൻ്റെ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തികച്ചും ഒരു സാധുവായ മനുഷ്യൻ, പരമദരിദ്രനെ കണ്ടാൽ ചെറിയ ചെറിയ തയ്യലുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മുമ്പിൽ വന്ന് കേണപേക്ഷിച്ചു, അല്ലയോ അയ്യ, എൻ്റെ മക്കൾ, എനിക്ക് 3 പെൺകുട്ടികളാണ്, ആരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒന്നും നിവൃത്തിയില്ല, മൂത്ത കുട്ടിക്ക് എത്രയോ വയസ്സായി, ഒന്നുമില്ല അയ്യ, എൻ്റെ പണമില്ലാത്തതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ വിവാഹമില്ലാതെ എന്നൊക്കെ എനിക്ക് കേട്ടപ്പോൾ ഞാൻ എന്താ മറുപടി പറയേണ്ടതെന്നായിപ്പോയി. എങ്കിലും ഞാൻ പറഞ്ഞു, അയ്യപ്പൻ നോക്കിക്കോളും, ധൈര്യമായിട്ട് അയ്യപ്പനോട് പ്രാർത്ഥിച്ചിട്ട് പോകും, അയ്യപ്പൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അയാളങ്ങ് പോയി. ഞാൻ വ്യക്തിയെ ഓർമ്മിച്ചില്ല, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ നവംബർ മാസം 18-19 തീയതികളിലാണ്, വൃശ്ചികം 1-2 തീയതികളിലെപ്പോഴുമാണ് അദ്ദേഹം വന്ന് എന്നോട് ഈ ഒരു സങ്കടം ഓർമ്മിച്ചത്. അയ്യപ്പനോടാണ് പറഞ്ഞത്, എന്നോടല്ല. പക്ഷെ അയ്യപ്പനത് പൂർണ്ണമായി കേട്ടു. ഏകദേശം മകരവിളക്ക് കഴിഞ്ഞ് ഒരു ദിവസം രാത്രി എനിക്കൊരു ഫോൺ. മകരവിളക്ക് കഴിഞ്ഞ് നടയടച്ചല്ല, എല്ലാവരും പോയി കഴിഞ്ഞ് എനിക്കൊരു ഫോൺ. അദ്ദേഹത്തിന് ഫോൺ ചെയ്യാനൊന്നും അറിയില്ല. ஐயா, என்னோட பொண்ணுக்கு திருமணம் எல்லாம் ஆயிடுச்சு, കണ്ടിപ്പോ നീങ്ക വരണം, എൻ്റെ പൊണ്ണിന് കല്യാണം എല്ലാം ഉറപ്പിക്കാൻ പോവുകയാണ്, അതിന് നിങ്ങൾ വരണം, സ്വാമി വരണമെന്ന്. ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എന്താണെന്നോ പറയാൻ പോലുമുള്ള ഒരു വൈഭവവും ബുദ്ധിയോ അദ്ദേഹത്തിനില്ല. നിഷ്കളങ്കമായിട്ട് അദ്ദേഹം, സ്വാമി നീങ്ക വരണം. ഞാൻ പറഞ്ഞു, എന്നാലേ മുടിയാതെ, നീങ്ക ആര്? അപ്പം പറഞ്ഞു, ഞാൻ മണ്ഡല മാസത്തിൽ വന്നിരുന്ന അപ്പടി ഇപ്പടി എന്നല്ല അദ്ദേഹം പറഞ്ഞപ്പോഴാണ്. അപ്പം അതായത് നിഷ്കളങ്കമായി ഭഗവാനെ സേവിച്ചാൽ, സമർപ്പണത്തോടെ അദ്ദേഹത്തെ ഭജിച്ചാൽ അത് പരിപൂർണ ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ളതാണ് നിഷ്കളങ്കനായ ആ ഒരു സ്വാമിയുടെ ആ ഒരു. പിന്നെ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി, സ്വാമി ഇന്നതുപോലെയാണ്, എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ നിർവാഹമില്ല. സ്വാമി അയ്യപ്പനെ അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും വിവാഹത്തിന് മുമ്പായിട്ട് അയ്യപ്പനെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിയിട്ട് പോകണം. അദ്ദേഹം വരികയും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അത് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. കാരണം ചുമതല ഏറ്റതിൻ്റെ അന്നോ പിറ്റേന്നോ ആണ് അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരും എനിക്കറിയില്ല, ഇപ്പം മുഖം കണ്ടാലും അറിയില്ല. അപ്പം ഇങ്ങനെ അനവധി അനുഭവങ്ങളാണ് അവിടുത്തെ എനിക്കുള്ളത്. അതാ ഞാൻ പറഞ്ഞു, പല ഭക്തന്മാരുടെയും ആ സമർപ്പണത്തിലൂടെ കിട്ടിയ അനുഭവങ്ങൾ വലിയൊരു എൻ്റെ ജീവിതത്തിലും പല അനുഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, എല്ലാ മണ്ഡലകാലവും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം തിരക്കിന്റെ കാര്യമാണെങ്കിലും, അതല്ലെങ്കിൽ ഒരുപാട് ഇപ്പോ കാലില്ലാത്തവര് വരുന്നത് ശബരിമലയിലേക്ക് 18-ാം പടി കയറി വരുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ കണ്ണ് കാണാത്തവർ, അല്ലെങ്കിൽ അവരെല്ലാ വൈകല്യങ്ങളെയും അതല്ലെങ്കിൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മറന്ന് അങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്, ധാരാളമുണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരമ്മ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭംഗിയായി നടക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ആസ്മയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അവരമ്മ ഏകദേശം ഒരു 80 വയസ്സിന് മുകളിലെങ്കിലും പ്രായമുണ്ട്. ആ അമ്മ ദർശനം കഴിഞ്ഞ് വൈകിട്ടാണ്, ഒരു നട തുറന്നേ ഉള്ളൂ, 5-5:30 മണി സമയത്ത്, സീസണിലാണ്, നല്ല തിരക്കുള്ളപ്പം. അപ്പം ആൾക്കാരിങ്ങനെ മേശാന്തേ കാണാൻ നിൽക്കുന്നു. ആ അമ്മ നേരെ വന്നിട്ട് എൻ്റെ മുട്ടിൽ വന്ന്, ഞാൻ ഇരിക്കുക ഇങ്ങനെ, എൻ്റെ മുട്ടിൽ വന്ന് ഇങ്ങനെ താങ്ങിട്ട്, അപ്പം മുടിയാതെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവർ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് ഇരുന്നു. ഞാൻ സാധാരണ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ നമുക്കും ഒരു അത്ഭുതമല്ലേ. നമ്മളും, എന്താ അമ്മ? പാത്താച്ചി, അയ്യനെ പാത്താച്ചി എന്ന് പറഞ്ഞു. അയ്യനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യനെ കണ്ടിട്ട് എന്ത് തോന്നി? അപ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു 2 വാക്കുകൾ എനിക്ക് മറക്കാൻ പറ്റില്ല. ആ സ്ത്രീ സ്കൂളിലേ പോയിട്ടില്ല. അതാണ് മറ്റു അത്ഭുതം. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അവർ കൂട്ടത്തിൽ വന്നു വിളിച്ചു, സ്കൂളിലൊന്നും പോയിട്ടില്ല, അവർ കരിമ്പിൻ്റെ ചണ്ടി എടുപ്പോട്ടാണ് അവരവിടുത്തെ ജോലി. പക്ഷെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അപ്പാ, ഞാൻ പറഞ്ഞു, അയ്യനെ പാത്താച്ചാ എപ്പിടി? അവർ പറഞ്ഞത്, അപ്പാ ഒന്നുമേ ചൊല്ല മുടിயாது, ഉള്ളേ പാത്ത്. അവര് അയ്യനുടെ ബിംബം ചിന്നതാണെങ്കിലും അതിനോട് പൊരുൾ, അതിനോട് വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് പറയുന്ന പോലെ തമിഴില് ഒരു വർത്തമാനമാണ് അവർ പറഞ്ഞത്. മൂർത്തി ഇവളവ് ചിന്നതായിരിക്കേ, അപ്പൊ അവരുടെ കീർത്തി എവ്വളവ് പെരുസായിരിക്കേ, ചൊല്ല മുടിയാതപ്പാ.
ഞാൻ അവരുടെ ആ മൂർത്തിയും കീർത്തിയും എല്ലാം ചെന്നപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തി പോയി. കാര്യം അവർ നോക്കിയപ്പം ഒരു മൂർത്തി ഇവളോ ചിന്നതായിരിക്കേ, ആന അവരുടെ കീർത്തി എവളോ പെരിശായിരിക്കപ്പാ എന്ന് പറഞ്ഞിട്ട് അവർ. അപ്പം ഞാനിതെല്ലാം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളാദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തിപ്പോയി. കാര്യം അമ്മയല്ല അമ്മൂമ്മയ്ക്ക് പ്രായമുള്ളൂ. ആ ഒരു അത് അവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ആ ഭഗവാനോട് സാമീപ്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥയാണ് ഓരോ വ്യക്തിക്കും. അത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ശബരിമലയിൽ ഇരിക്കുന്ന സമയത്ത്? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവം വന്നപ്പോൾ രാത്രി എൻ്റെ പുറത്തുനിന്ന് തട്ടിയത് ആരാണെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ആ ഒരു തന്ന മനോധൈര്യം, ആ സ്പർശനം, ആ സായുജ്യം വല്ലാത്തൊരു അനുഭവം. അത് തന്നെ എൻ്റെ കണ്ണ് നിറച്ചല്ലോ. ഇപ്പൊ തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം ഭഗവാൻ എന്നോടൊപ്പം വന്നല്ലോ എന്നുള്ളതാണ്. കാരണം ആ ഒരു വർഷം എൻ്റെ ഗുരുനാഥനും എൻ്റെ മാതാവും പിതാവും എൻ്റെ സഹോദരനും എൻ്റെ കളിത്തോഴനും എല്ലാം അയ്യപ്പനാണ്. കാരണം മറ്റൊന്നുമില്ലല്ലോ എൻ്റെ മുന്നിൽ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ വാട്സപ്പോ ഒന്നും ഉള്ള കാലമല്ല. അന്ന് എല്ലാം അയ്യപ്പനാണ്. അയ്യപ്പനിൽ മാത്രം മനസ്സ് ലയിച്ച് വരുന്നൊരു കാലം. അപ്പൊ അവിടെ കാണുന്ന ഓരോന്നും നമുക്ക് അത്ഭുതങ്ങളാണ്. അയ്യപ്പനിൽ മാത്രം നിറഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അതെല്ലാം തന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം അയ്യനെ അത്രയും അടുത്ത് കാണാൻ സാധിച്ചു. നമുക്കറിയാം ആ ഒരു ശോഭ എന്ന് പറയുന്നത് എത്ര വർണ്ണിച്ചാലും നമുക്ക് അതിനെ പറഞ്ഞു വെക്കാൻ സാധിക്കില്ല. ആ അടുത്ത ആ വിഗ്രഹത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ നെയ്യഭിഷേകം ഒക്കെ ചെയ്യാൻ വേണ്ടി അടുത്തിലെത്തുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് അതിനെ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ആ അയ്യപ്പന്റെ ചൈതന്യം നമ്മളിലേക്ക് ആവേശം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, ഭക്തി കൊണ്ടുണ്ടാകുന്ന ഒരു ആവേശം അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ശ്രീലകത്ത് കയറി ആ തിരുബിംബത്തിൽ അഭിഷേകം ചെയ്യുവാനും അതിൽ അലങ്കരിക്കുവാനും ഒരു അമ്മ ചോറ് വാരി കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിന് ആ പഞ്ചപ്രാണാഹുതിയിലൂടെ ആണെങ്കിലും ആ മന്ത്രപുരസരം ഭഗവാന് നിവേദ്യം അർപ്പിക്കുവാനും അടുത്ത് നിന്ന് അദ്ദേഹത്തിന് ഹരിവരാസനം പാടി ഉറക്കുവാനും എല്ലാം നമുക്ക് കിട്ടുന്ന ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കുക, അത് വാക്കുകളിലൊന്നും തീരില്ല. അതൊരു പക്ഷേ അനുഭവിച്ചാൽ മാത്രമേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു നൂറ്റാണ്ടിൽ 100-ലൊരുവനായിരിക്കുന്ന എനിക്ക് മാത്രം കിട്ടിയൊരു മഹാഭാഗ്യമാണ്. അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവരും പറയും ഹരിവരാസനം പാടി ഉറക്കുക എന്ന്. ഹരിവരാസനം പാടി ഉറക്കുകയും അതോടൊപ്പം നമ്മുടെ മനസ്സ് ഉറങ്ങുകയുമാണ്. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അത് നിന്നിൽ തന്നെയുണ്ട്. ശ്രുതജനപ്രിയം എന്ന് പറഞ്ഞ് നമ്മൾ പാടി അഷ്ടകത്തിൻ്റെ അവസാനത്തെ വരി പാടുമ്പോൾ തീർച്ചയായിട്ടും പാടുന്ന മേൽശാന്തിയും ഒരു പകുതി ഉറങ്ങിയിട്ടുണ്ടാകും. അത്രത്തോളം മനസ്സിനെ നമ്മൾ അങ്ങ് സമർപ്പിച്ച് നമുക്ക് പകുതി ഉറക്കത്തിലായിരിക്കും നമ്മൾ ഇറങ്ങി വരിക. അത്രമാണ് നമ്മുടെ മനസ്സും ആ ദേവനുമായിട്ട് നമ്മൾ ആയിരിക്കുന്നത്. കാരണം മറ്റൊരു ചിന്തയില്ലല്ലോ. ഒരു വർഷക്കാലം മറ്റ് യാതൊരു ഭൗതികമായ യാതൊരു ചിന്തകളുമില്ല. നമുക്കൊന്നിനെ ചിന്തിച്ചിട്ടും കാര്യമില്ല, ചിന്തിക്കുന്ന അർത്ഥവുമില്ല, ചിന്തിക്കാൻ സമയവുമില്ല. വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴും അയ്യപ്പൻ. പിന്നെ നട തുറന്നിരിക്കുന്ന അവസരത്തിൽ ഭക്തജനങ്ങളുടെ ഒരു ബാഹുല്യം. അവിടെ ഓരോ കാര്യത്തിലും ഓരോ ഭക്തന്മാരുടെയും അതേപോലെ ദേവസ്വം അധികാരികളുടെയും മറ്റുള്ളവരുടെ എല്ലാം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇടപെടേണ്ടതായിട്ടും ഓരോ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടും ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഒരേ ഒരു ചിന്ത, അയ്യപ്പൻ മാത്രം. ആ ചിന്തയിൽ നമ്മൾ അർപ്പണത്തോടെ പോകുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, വാക്കുകളിലൊന്നും പറഞ്ഞ ആ സാന്നിധ്യം അല്ലെങ്കിൽ അടുത്തുള്ള ആ സ്പർശനമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു വർഷ കാലയളവ് അവിടെ അയ്യനൊപ്പം അത്രയും അടുത്ത് ചെലവഴിച്ചിട്ട് അവിടുന്ന് പടിയിറങ്ങുന്ന ഒരു നിമിഷമുണ്ട്. അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ മാത്രമല്ല, അവിടെ മിക്കവാറും മേശാന്തിമാർക്ക് ഉണ്ടായ ഒരു വലിയ അനുഭവമാണ്. കാരണം സാധാരണഗതിയിൽ മിക്കവാറും തുലാമാസത്തിൽ ചിത്തിര ആട്ടത്തിരുനാളിലാണ് ലാസ്റ്റ് പൂജ. ആ പൂജയാണ് അവസാനം കഴിക്കുന്ന പൂജ മിക്കവാറുള്ള മേശാന്തിമാർ. ആ പൂജ കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സ് നെഞ്ചടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് തുലാമാസം 30-ാം തീയതി നമ്മൾ താക്കോല് കൊടുത്ത് അവിടെ നിറങ്ങുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞ കണ്ണുകളോടെ മാത്രമേ ഇറങ്ങാൻ പറ്റൂ. കാരണം ഞാൻ പറഞ്ഞു, ഒരു വർഷക്കാലം നമ്മുടെ തോഴനായി, ഗുരുനാഥനായി, അച്ഛനായി, അമ്മയായി, സഹോദരനായി, മകനായി, മകളായി എല്ലാമായിട്ട് ആ കാട്ടിൽ വസിച്ചിട്ട് എനിക്കുണ്ടായ ഒരു മനസ്സിൽ തോന്നിയത്, എല്ലാമായിരുന്ന എൻ്റെ പൊന്നു മണികണ്ഠനെ ആ കാട്ടിൽ ഉപേക്ഷിച്ച് ഒരണ്ടിൽ നിന്ന് പോകണമല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ മനസ്സ് തകർന്നുപോയി. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ആ മണികണ്ഠനെ കാട്ടിൽ ഉപേക്ഷിച്ച് വരണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അതിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. അത്ര ഒരു അനുഭവം തന്നെയാണ്. കാര്യം അത്രത്തോളം നമ്മൾ മനസ്സുമായിട്ട് അങ്ങ് ആ അയ്യപ്പൻ്റെ ആ സാന്നിധ്യമായിട്ട് അങ്ങ് ഇഴുകി ചേരുകയാണ്. ഒപ്പം തന്നെ അവിടുന്ന് പഠിച്ച പാഠങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടാകും,
അല്ലെങ്കിൽ ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും. അതൊക്കെ തരുന്ന ഒരു സമ്പത്ത് കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി അതെ വരുന്നത്. അതെ അതെ ആ ആ ജീവിത സമ്പത്ത് ലൈഫിനെ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരി ജനിച്ച ഞാൻ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായത് ശബരിമലയിൽ ആ സമയത്താണ്. കാരണം രക്തബന്ധങ്ങളെക്കാട്ടിലും സ്നേഹബന്ധങ്ങൾക്കും ഒക്കെ ഇത്രത്തോളം വിലയുണ്ടെന്നും ആ ബന്ധങ്ങൾ എന്ന് നിലനിന്ന് പോകുന്നു എല്ലാം മനസ്സിലാക്കിയത് ശബരിമലയിൽ ചെന്നപ്പോഴാണ്. അതോടൊപ്പം തന്നെ ആപൽ ബാന്ധവനായ ഭഗവാന്റെ മുമ്പിൽ ഓരോ ഭക്തനും വന്ന് ഓരോ അനുഭവങ്ങൾ പറയുകയും അതെല്ലാം പരസ്പരം എന്നോട് പങ്കുവെക്കുകയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മനോബലം, മനോധൈര്യം ഇന്നും എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയ ഒരു പാഠം, ആത്മസമർപ്പണത്തിലൂടെ ഭഗവാനെ സേവിച്ചാൽ, പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവത് സേവ ചെയ്താൽ എപ്പോഴും എപ്പോഴും നമുക്ക് തുണയായിട്ട് നമ്മളോടൊപ്പം ശബരിഗിരീശനായ മണികണ്ഠസ്വാമി ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം നമ്മൾ നമ്മുടെ മാനവധർമ്മത്തിൽ നമുക്കറിയാം, ഭാരത സംസ്കൃതിയിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആപ്തവാക്യം ഉൾക്കൊള്ളുന്ന ഒരു മാനവരാശിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒസ്യത്ത് അല്ലെങ്കിൽ സമ്പത്ത്. നമ്മൾ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് മാനവ സ്നേഹം, സത്യം, ദയ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശ്വര സായുജ്യത്തിലോട്ട് അല്ലെങ്കിൽ ഈശ്വര സാമീപ്യത്തിലോട്ട് പോകാൻ വളരെ നല്ലതാണ്. അവർക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പോകാനുള്ള ഒരു പാതകളാണ് ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ജപങ്ങളും ഈ വിശ്വാസപൂർവമായ ആചാരങ്ങളുമെല്ലാം. ഇതെല്ലാം പാലിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു പരാജയവും ഉണ്ടാകില്ല. എത്ര പരീക്ഷണങ്ങളെ നേരിട്ടാലും അതിനെല്ലാം സത്യസന്ധമായി അതിൽ നിന്നെല്ലാം വിജയിച്ചു പോരുവാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ മഹത്തരമായ ഒരു അനുഭവം.